നമസ്കാരം. പ്രധാന വാർത്തകൾ. CMS കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. SFI KSU പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. പോലീസ് ലാത്തി വീശി. കോളേജ് ഡേ ആഘോഷത്തെ തുടർന്ന് വൈകിട്ട് 6:30 സംഭവം. 2 KSU പ്രവർത്തകരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. ഊരട്ടുകാല സ്വദേശിയായ ആദിത്യനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാത്രി 7:30 നെയ്യാറ്റിൻകര കെടങ്ങാവിളയിലാണ് സംഭവം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദിത്യൻ മൈക്രോ ഫിനാൻസ് കളക്ഷൻ ഏജന്റാണ്. നെല്ലിമൂടുള്ള സ്ഥലത്ത് പണം പിരിക്കാൻ പോയ സമയത്ത് കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. നെല്ലിമൂടുള്ള സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരമെന്നും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി CPM-ൽ. ഷൊർണൂർ നഗരസഭാംഗം ഷൊർണൂർ വിജയനാണ് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ആത്മാർത്ഥതയില്ലാത്തവരാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വമെന്നും അതുകൊണ്ടാണ് താൻ CPM-ലേക്ക് വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് വഴി തെറ്റി സഞ്ചരിക്കുന്നുവെന്നും കോൺഗ്രസ് വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ഷൊർണൂർ വിജയൻ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിനായി സംസ്ഥാന സർക്കാർ രേഖകൾ കൈമാറി. സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പിയാണ് രേഖകൾ പേഴ്സണൽ മന്ത്രാലയത്തിന് നേരിട്ട് കൈമാറിയത്. പ്രൊഫോമ FIR-ന്റെ പരിഭാഷപ്പെടുത്തിയ കോപ്പി തുടങ്ങിയവയാണ് കൈമാറിയത്. ഇന്നലെ ഇമെയിൽ മുഖാന്തരം രേഖകൾ അയച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും രേഖകൾ CBIക്ക് കൈമാറാത്തത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞതോടെ അടിയന്തര ഇടപെടൽ സർക്കാർ നടത്തുകയായിരുന്നു. CBIക്ക് കേസ് സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രൊഫോമ റിപ്പോർട്ട് വൈകിപ്പിച്ചത് ഇവരുടെ വീഴ്ച കൊണ്ടാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ടിപ്പർ ലോറി കയറി യുവാവ് മരിച്ചു. അയിലൂർ പുതുച്ചി കുന്നക്കാട് വീട്ടിൽ രമേശാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടം നടന്നത്. വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് തട്ടുന്നതിനായി ലോറി പിറകോട്ടെടുക്കുമ്പോഴായിരുന്നു തറയുടെ ഭാഗത്ത് കിടന്നുറങ്ങുകയായിരുന്ന രമേശന്റെ ശരീരത്തിലൂടെ ടിപ്പർ ലോറി കയറിയിറങ്ങിയത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണ്ണ് കൊണ്ടുവരുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നതിനെ തുടർന്നാണ് പുലർച്ചെ മണ്ണ് കൊണ്ടുവന്നത്. പുലർച്ചെ ഇരുട്ടായതിനാൽ അപകടത്തിനുള്ള അവസരം ഒരുങ്ങുകയായിരുന്നു. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ഇനി ആൺകുട്ടികൾക്കും പഠിക്കാം. മാറുന്ന കാലത്തെ കലാമണ്ഡലവും അഭിസംബോധന ചെയ്യും. ജെൻഡർ ന്യൂട്രലായ അക്കാദമിക് സ്ഥാപനമായി കലാമണ്ഡലം നിലനിൽക്കാനാണ് ആഗ്രഹം. അതിനാൽ ആൺകുട്ടികൾക്കും പ്രവേശനം അനുവദിക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. ജാതി ലിംഗ അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്ന മോഹിനിയാട്ടം നർത്തകൻ RLV രാമകൃഷ്ണന് കൂത്തമ്പലത്തിൽ അവസരമൊരുങ്ങിയതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇങ്ങനൊരു ചരിത്ര തീരുമാനത്തിലേക്ക് കലാമണ്ഡലം എത്തുന്നത്. കേരള കലാമണ്ഡലത്തിൽ 8ാം ക്ലാസ് മുതൽ PG കോഴ്സ് വരെ മോഹിനിയാട്ടം പഠിക്കാനുള്ള അവസരമുണ്ട്. അധിക തസ്തിക സൃഷ്ടിക്കേണ്ടതില്ല എന്നതിനാൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ തടസ്സമുണ്ടാവില്ല. വിദഗ്ധരടങ്ങുന്ന കമ്മിറ്റി കരിക്കുലം തീരുമാനിക്കും. മാറാൻ മടിയുള്ള ചില സാമ്പ്രദായിക ചിട്ടക്കാരൊഴികെയുള്ളവർ ആൺപ്രവേശനത്തെ സ്വാഗതം ചെയ്യുമെന്നാണ് കലാമണ്ഡലത്തിന്റെ പ്രതീക്ഷ. സപ്ലൈകോയിൽ പ്രത്യേക വിൽപ്പന. ഈസ്റ്റർ, റംസാൻ, വിഷു ആഘോഷങ്ങളുടെ വരവ് കണക്കിലെടുത്ത് സപ്ലൈകോയിൽ പ്രത്യേക വിൽപ്പന. ഇന്നു മുതൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഈസ്റ്റർ, റംസാൻ, വിഷു ഫെയർ വിപണി തുടങ്ങും. ഏപ്രിൽ 13 വരെയാണ് ഫെയർ വിപണി തുടരുക. വിവിധ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകുന്ന ഗോൾഡൻ ഓഫർ പദ്ധതി സപ്ലൈകോ മാർച്ച് 12 മുതൽ നടപ്പാക്കി വരികയാണ്. കെട്ടുകാഴ്ചയ്ക്കിടെ തേരിന് തീപിടിച്ചു. പന്തളം കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയ്ക്കിടെയാണ് തീപിടുത്തം. കുരവപ്പൂവിൽ നിന്നാണ് തീ പടർന്നത്. 40 അടിയോളം ഉയരമുള്ള തേരിന്റെ മുകൾ ഭാഗത്താണ് തീ പടർന്നത്. ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തം. ക്ഷേത്രവളപ്പിന് മുന്നിൽ നിറയെ ആളുകൾ നിൽക്കുകയായിരുന്നു തീപിടുത്തമുണ്ടായത്. സംഘാടകർ തന്നെ അതിവേഗം മുകളിൽ കയറി വെള്ളമൊഴിച്ച് തീ അണച്ചു. കെട്ടുകാഴ്ചയ്ക്കായി തേര് നിർമ്മിച്ചതിന്റെ 50ാം വാർഷികം കൂടിയായിരുന്നു ഇത്തവണ.
തേരിന് തീപിടിച്ചയുടൻ നാട്ടുകാർ അടൂർ അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം അറിയിച്ചിരുന്നു. അഗ്നിരക്ഷാ സേന ഉടൻ തന്നെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. എന്നാൽ തീ അണച്ചെന്നും അപകട സാധ്യതയില്ലെന്നും അറിയിപ്പ് ലഭിച്ചതോടെ സേന മടങ്ങുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യമില്ല. ഉടൻ വിട്ടയക്കണമെന്ന ആവശ്യത്തിൽ ദില്ലി ഹൈക്കോടതി തീരുമാനമെടുത്തില്ല. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ഹർജിയും ഉടൻ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഉപഹർജിയുമാണ് ഇന്ന് ദില്ലി ഹൈക്കോടതി പരിഗണിച്ചത്. ഇതിൽ ഉപഹർജിയിൽ മറുപടി നൽകാൻ സമയം അനുവദിക്കണമെന്ന് ഇ.ഡി. കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഉപഹർജിയിൽ വിശദീകരണം തേടി ഇ.ഡിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഇ.ഡിക്ക് മറുപടി നൽകാൻ ഏപ്രിൽ 2 വരെ സമയവും കോടതി അനുവദിച്ചു. ഉപഹർജിയിൽ ഏപ്രിൽ 3 വിശദമായ വാദം തുടരുമെന്നും കോടതി വ്യക്തമാക്കി. കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് ഇടക്കാല ആശ്വാസം തേടിയുള്ള ഉപഹർജി വിശദവാദത്തിനായി ഏപ്രിൽ 3 മാറ്റിയത്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്രം അനാവശ്യമായി കൈകടത്തുന്നുവെന്നും ജനാധിപത്യത്തിന്റെ ഭാവി അപകടത്തിലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊല്ലത്ത് നടന്ന LDF പൗരസംരക്ഷണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപകമായി അപലപിച്ചെങ്കിലും ഇതോടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള കേന്ദ്ര നടപടി അവസാനിക്കില്ല. ഇത് തുടക്കമാണോ അവസാനമാണോ എന്ന് പറയാനാകില്ല. ജനങ്ങളെക്കുറിച്ചല്ല ഭരണാധികാരികൾ ചിന്തിക്കുന്നതെന്നും കേന്ദ്രത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു. പ്രതിഷേധമൊന്നും വകവയ്ക്കില്ല എന്ന നിലപാടാണ് ഭരണാധികാരിക്ക്. പൗരത്വത്തിനെതിരായ നിയമസഭാ പ്രമേയത്തെ KPCC അധ്യക്ഷൻ പരിഹസിച്ചു. യോജിച്ച പ്രക്ഷോഭത്തിനില്ലെന്ന് പറഞ്ഞതിൽ തക്കതായ കാരണമുണ്ട്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടാകാം. സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനെ അനുമാനിക്കുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നു. ഏക MP ആണെങ്കിലും ആരിഫിന്റെ ശബ്ദം ലോക്സഭയിൽ ഉയർന്നു. കോൺഗ്രസ് MPമാർ സാങ്കേതികമായി പ്രതികരിച്ച് മൂലയിൽ ഒളിച്ചുവെന്നും പിണറായി വിജയൻ പറഞ്ഞു.